ശരിയായ വ്യക്തികളെ തെറ്റായ സമയത്ത് കണ്ടുമുട്ടാറുണ്ടോ? അല്ലെങ്കിൽ നല്ലതായ ഒരു കാര്യം തെറ്റായ സമയത്ത് നമ്മുടെ കരങ്ങളിൽ വന്നു ചേരാറുണ്ടോ? ഇന്ന് പകൽക്കാലം ഈ വിഷയത്തിന് ആധാരമായിട്ട് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അതായത് തെറ്റായ സമയത്ത് ശരിയായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടാറുണ്ടോ? തെറ്റായ സമയത്ത് നല്ലതായ ഒരു കാര്യം നമ്മുടെ കൈകളിൽ വന്നു ചേരാറുണ്ടോ? അത് അങ്ങനെ സംഭവിക്കുമോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ശരിയായ വ്യക്തികളെ തെറ്റായ സമയത്ത് കണ്ടുമുട്ടി ജീവിതത്തിൽ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും അകപ്പെടുവാൻ ഇടയുണ്ടോ എന്നുള്ളതായ ചോദ്യങ്ങൾ പലപ്പോഴും വ്യക്തികളെ ഭരിക്കാറുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അങ്ങനെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയും. ചിലപ്പോൾ അതുമൂലം സംഘർഷാവസ്ഥകളിലൂടെ പ്രയാസങ്ങളിലൂടെ ആ വ്യക്തികൾ കടന്നു പോകുവാനും ഇടയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ളതായ സാഹചര്യങ്ങൾ നൽകുന്ന തെളിവുകളെ പറ്റി, അല്ലെങ്കിൽ അതിലൂടെ ദൈവം ഉദ്ദേശിക്കുന്ന 4 വിധത്തിലുള്ള പ്രത്യേക കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ശരിയായ വ്യക്തിയെ തെറ്റായ സമയത്ത് കണ്ടുമുട്ടുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, ഒന്നാമതായിട്ട് അത് ദൈവം നൽകുന്ന ഒരു തെളിവാണ് എന്നുള്ളതിന് നാം മനസ്സിലാക്കണം. പൊതുവിൽ ഇങ്ങനെ കാര്യം പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് പരിശീലനം സിദ്ധിച്ചവരെ ആണ് ദൈവം എന്തു ചെയ്യുന്നത്, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിക്കാറുള്ളത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതായത് കഴിവിലും പ്രാപ്തിയിലും ഒത്തിണങ്ങി വരുന്ന വ്യക്തികളെയാണ് ദൈവം ഉപയോഗിക്കാറുള്ളത് എന്ന് പലപ്പോഴും വ്യക്തികൾക്ക് ഇടയിൽ ചിന്തകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ദൈവം വിളിച്ചവരെ ആ വിളിക്ക് യോഗ്യമായി തീരേണ്ടതിന് വേണ്ടി അവരെ പരിശീലിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നമ്മുടെ കഴിവ് കൊണ്ട് ചെയ്യുവാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ദൈവം നമ്മെ വിളിക്കുന്നത്. മറിച്ച് ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മുടെ കഴിവുകൾ കൊണ്ട് ചെയ്യുവാൻ പറ്റാത്തതായ കാര്യങ്ങൾ ദൈവനാമ മഹത്വത്തിനായിട്ട് ചെയ്തെടുക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. അതിനു വേണ്ടിയാണ് ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ഇങ്ങനെയുള്ളതായ സാഹചര്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം ഓർക്കുക, ദൈവം നമ്മെ ചിലത് പരിശീലിപ്പിക്കുവാനായിട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഒന്നാമത് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവന് എന്നേക്കും മഹത്വം, ആമേൻ എന്നാണ്. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം, അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും നമ്മെ യഥാസ്ഥാനപ്പെടുത്തി കൊണ്ടുവരണം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ ശരിയായ വ്യക്തിയെ തെറ്റായ സമയത്ത് നമുക്ക് ലഭിക്കുമ്പോൾ അതിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം നൽകുന്ന തെളിവ് നമ്മെ പരിശീലിപ്പിച്ച് പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ദൈവം നൽകുന്നതായ
തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് എന്ന് വെച്ചോ, അത് സ്നേഹസാന്ദ്രമായ ഒരു ജീവിതത്തിൻ്റെ തുടക്കമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിരിക്കും എന്നുള്ളതാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെയുള്ളതായ ഒരു സ്നേഹസാന്ദ്രമായ ജീവിതം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ടാകേണ്ടതിന് വേണ്ടി ദൈവം നിങ്ങളെ അതികഠിനമായ പ്രശ്നങ്ങളിലൂടെ നടത്തുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാറ്റിലൂടെയും ദൈവത്തിൻ്റെ നാമം മഹിത്തപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു തത്വം നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങളിൽ മാറ്റമുണ്ടാക്കണമെന്നില്ല. ദൈവം നിങ്ങളെ ഒരു നാളും കൈവിടാത്തവനായി നിങ്ങളുടെ കൂടെ നടത്തുമ്പോൾ, നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ കൈപിടിച്ച് നടത്തുമ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം അവൻ്റെ നാമം നിങ്ങളിലൂടെ മഹത്വപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നാമം നിങ്ങളിലൂടെ മഹത്വപ്പെടേണ്ടതിന് ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിൽ കൂടെ ദൈവം നമ്മെ നടത്തും എന്നുള്ളതായ കാര്യം നാം മനസ്സിലാക്കണം. 115 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിൻ്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിൻ്റെ നാമത്തിന് മഹത്വം വരുത്തേണമേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിലൂടെയും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയാകും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അടുത്തതായിട്ട് ദൈവം ഇങ്ങനെ സംഭവിക്കുമ്പോൾ, അതായത് ശരിയായ വ്യക്തിയെ തെറ്റായ സമയത്ത് കണ്ടുമുട്ടുമ്പോൾ ദൈവം അനുവദിക്കും, നിങ്ങൾ അവരുടെ കൂടെ ജീവിക്കണം, അല്ലെങ്കിൽ അവരോട് ചേർന്ന് പോകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു വാക്യം ഇപ്രകാരം കാണുവാനായിട്ട് കഴിയുന്നു. 48-ന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഇസ്രയേലിൻ്റെ പരിശുദ്ധനും നിൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിൻ്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ എന്നാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യവും ദൈവത്തിൻ്റെ സമയത്താണ് സംഭവിക്കുന്നത്. മറ്റൊന്ന് ഓർക്കുക, ദൈവത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. അത് നമ്മുടെ സമയത്തല്ല, ദൈവത്തിൻ്റെ സമയത്താണ് അത് നിവർത്തീകരിക്കപ്പെടുന്നത് എന്ന് നാം ഓർക്കുക. സർവശക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മളിലൂടെ നിവർത്തിക്കുവാൻ വലിയവനായ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു റോബോട്ടിക് മെഷീനായിട്ടല്ല, തിരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യമുള്ളവനായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മളിലൂടെ നിവർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ തിരഞ്ഞെടുക്കുവാനുള്ളതായ സ്വാതന്ത്ര്യത്തെ കൂടെ പരിഗണിച്ചാണ് ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുക. ശരിയായ വ്യക്തികളെ തെറ്റായ സമയത്ത് കണ്ടുമുട്ടുമ്പോൾ അതിലൂടെ ദൈവത്തിന് ലോകസ്ഥാപനം മുതൽ നിയമിച്ചു വച്ചിരിക്കുന്നതായ ദൈവിക പദ്ധതികൾ എന്നിലൂടെയും നിങ്ങളിലൂടെയും നിവർത്തീകരിക്കപ്പെടുവാൻ പോകുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. അതായത് എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിന് ആധാരമായിട്ട് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വന്നിട്ട് ദൈവം അതിന് നമ്മളെ അനുവദിക്കുന്നുവെങ്കിൽ അതിനകത്തുകൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനുണ്ട്, ദൈവിക പദ്ധതി നിറവേറാനുണ്ട് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക. അവസാനമായിട്ട് ദൈവം നൽകുന്നതായ ഒരു തെളിവ് എന്ന് പറയുന്നത്, അതായത് ശരിയായ വ്യക്തിയെ തെറ്റായ സമയത്ത്, നല്ലതായ കാര്യം തെറ്റായ സമയത്ത് നിങ്ങളുടെ
ജീവിതത്തിൽ സംഭവിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ദൈവം അത് മുൻപോട്ട് നീട്ടിവെക്കുവാനായിട്ട് ഇടയാകും എന്നുള്ളതാണ്. ദൈവം അത് ചിലപ്പോൾ മുൻപോട്ട് നീട്ടിവെക്കുവാൻ ഇടയാകും എന്നുള്ളതായ ഒരു യാഥാർത്ഥ്യം ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ചിലരുടെ ജീവിതത്തിൽ സത്യമവും ശരിയായ വ്യക്തികളെ തെറ്റായ സമയത്ത് കണ്ടുമുട്ടുമ്പോൾ ദൈവമായിട്ട് അതിനെ മുൻപോട്ട് നീക്കി വെക്കുവാനായിട്ട് ഇടയുണ്ട്. റോമാലേഖനം 15-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു എന്ന് പറഞ്ഞ് താൻ അവിടെ ആരംഭിക്കുന്നു. ചില സമയത്ത് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ ശരിയായ സമയത്ത് ആയിരിക്കണമെന്നില്ല. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നതായ ചില കാര്യങ്ങൾ മുൻപോട്ട് ദൈവം മാറ്റിവെക്കുവാനായിട്ടിടയുണ്ട്. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ ദൈവത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെതായ ആ പദ്ധതി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുമെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക. അപ്പോൾ ശരിയായ വ്യക്തികൾ തെറ്റായ സമയത്ത് നാം കണ്ടുമുട്ടുമ്പോൾ, നല്ലതായ കാര്യം തെറ്റായ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് ദൈവവചനപ്രകാരം ദൈവം നൽകുന്ന ചില സൈനാണ്, തെളിവാണ്, അല്ലെങ്കിൽ ദൈവം നൽകുന്ന ചില അടയാളമാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദൈവിക പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടട്ടെ.